ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലേ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് ഇപ്പോ ഹീറോയിന്റെ റൂമാണ് കാണിക്കുന്നത്. അപ്പൊ ആ പുതിയ പെണ്ണ് ഇവളുടെ കയ്യിലിരിക്കുന്ന ആ കീ ചെയിൻ കണ്ടിട്ട്, അല്ല ഇതേപോലെ ഒരു കീ ചെയിൻ അല്ലേ ഞാൻ ജാങ്കിന്റെ കയ്യിൽ കണ്ടത്. അപ്പോ നിങ്ങൾ രണ്ടുപേരൊന്ന് പറഞ്ഞതും, ഇല്ലില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഒരു ഡേ അക്വേറിയം ഷോയ്ക്ക് പോയിരുന്നു, അവിടെ വെച്ചൊരു ആന്റി ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണെന്ന് അവള് പറയും. ഇത് നോക്കു സൂസോ, ആൺകുട്ടികൾ അങ്ങനെ എല്ലാം വാക്കാലെയൊന്നും തുറന്നു പറയില്ല, അവരത് ആക്ഷനിലൂടെ കാണിക്കൂ. നിനക്കറിയാമോ, ജാങ് ജൂനിയർ സ്കൂളിൽ പഠിക്കുമ്പോ നിറയെ പേര് അവന്റെ കൂടെ കൂട്ടുകൂടാൻ ചെല്ലുമായിരുന്നു. പക്ഷെ അവൻ ആരെയും ചേർക്കാതെ സൈലന്റ് ആയി തനിയെ ചുറ്റി കറങ്ങി നടക്കും. എനിക്കെന്തോ ഇപ്പോ അവൻ കുറച്ച് മാറിയ പോലെയുണ്ട്. നീ വേണമെങ്കിൽ അവന് സ്പെഷ്യലായ ഒരാളായിരിക്കും. എനിക്കത് നല്ല പോലെ ഫീൽ ആകുന്നുണ്ടെന്ന് ഇവള് പറഞ്ഞതും ഇവൾ അപ്പോഴും ഒന്നും അറിയാതെ പോലെ ചോദിക്കുവാണ്, അതായത് ജാങ്ങിന്റെ ഒരു ട്രസ്റ്റഡ് ആയ ഫ്രണ്ട് ആയിരിക്കും നീ എന്ന് പറയുവാണ്. ഇത് കേട്ടതും സൂസോ, അല്ല ഇതൊക്കെ കറക്റ്റ് ആയിരിക്കാം, പക്ഷെ എങ്ങനെയാ നീ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നതെന്ന് ചോദിക്കുമ്പോ, ഞാൻ സൈക്കോളജിയാണ് പഠിക്കുന്ന പെണ്ണെ, എനിക്ക് എല്ലാം കണ്ടാലേ മനസ്സിലാകുമെന്ന് അവൾ പറയും. നെക്സ്റ്റ് ഡേ നമ്മുടെ പിള്ളേരെല്ലാവരും തിരികെ പോകാനായിട്ട് നിൽക്കുവാണ്. സോ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണ് ഇവളെ അടുത്ത് വിളിച്ച് ഹഗ് ചെയ്തിട്ട്, അവന് നിന്റെ അടുത്തേക്ക് വരാൻ ഒരുപാട് ടൈം എടുത്താല് ഒന്നും ആലോചിക്കണ്ട, നീ അവന്റെ അടുത്തേക്ക് പോയേക്ക്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്ത് സെറ്റ് ആക്കാനാണ് പറയുന്നത്. ഇത് കേട്ട് ഹാപ്പിയായ ഹീറോയിനും തലയാട്ടി ടാറ്റ കൊടുത്തിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. സത്യമായും ഈ പെൺകുട്ടി അപ്പൊ നല്ലൊരു പെൺകുട്ടി തന്നെയാണല്ലേ. കട്ട് ചെയ്താല് മൊമെന്റ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഹീറോയിൻ ട്രിപ്പിന് വരുന്നതിന് മുന്നേ നാൾ നൈറ്റ് അവളുടെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട്, ഞാനും ജാങ്ങും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ആദ്യമായിട്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ പോവാണ്. ഇതുവരെ ഞാൻ ആ സ്റ്റേറ്റിലേക്ക് പോയിട്ടേ ഇല്ല. സോ അവിടെ പോയാല് ജാങ്ങിന്റെ കൂടെ കുറെ സ്ഥലങ്ങളൊക്കെ കാണണം. അതിനുവേണ്ടി നല്ലൊരു പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. സോ കട്ട് ചെയ്താല് ഇപ്പോ പ്രസന്റിലാണ് കാണിക്കുന്നത്. തിരികെ വരുന്നത് അവർ ഒന്നിച്ച് ട്രെയിനിലായിരിക്കും. അവരവരുടെ ജോഡികൾക്ക് ബാഗ് ഒക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ കപ്പിൾ ആയിട്ട് ഇരിക്കുമ്പോ ജിയ, അല്ല നിങ്ങൾ എല്ലാവരും മറന്നോ, ഇന്നാണ് ആ ഡൂംസ്ഡേ എന്ന് പറഞ്ഞതും റോഹൻ. അതിന് ഇന്ന് 20-ാം തീയതി ഇല്ലേ, അപ്പോ മിഡ് നൈറ്റ് കഴിഞ്ഞാൽ 21. അന്നലെ ഡൂംസ്ഡേ എന്ന് പറഞ്ഞതും ഗൂരാൻ വളരെ സീരിയസ് ആയിട്ട്, എന്തോ ഇന്ന് നമ്മളെല്ലാവരും വളരെ വ്യത്യാസമായിട്ടുള്ള സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുവാണെന്ന് പറയുവാണ്. ഇത് കേട്ട് റോഹൻ പേടിച്ച്, ഞാൻ എന്റെ മുത്തശ്ശിക്ക് മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞ്, മുത്തശ്ശി ഞാൻ നിങ്ങളുടെ കൊച്ചുമകനായി ജനിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട്, ഇനിയും ഞാൻ നിങ്ങളുടെ പേരക്കുട്ടിയായിട്ട് ജനിക്കണം എന്ന എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് വളരെ സെന്റ് അടിക്കുവാണ്. ഇത് കേട്ട് എല്ലാവരും ക്യൂട്ടായിട്ട് അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പൊ ജിയ, അല്ലടാ മുത്തശ്ശി എന്താ നിനക്ക് റിപ്ലൈ തന്നെയെന്ന് ചോദിക്കുമ്പോ അവൻ നോക്കിയിട്ട്, മുത്തശ്ശി എന്നെ കുട്ടിച്ചാത്തെന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞതും എല്ലാവരും ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അന്ന് നൈറ്റ് എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഹീറോയിൻ മെല്ലെ കണ്ണ് തുറന്നതും ജാങ് മുന്നിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അത് വളരെ ക്യൂട്ടായിട്ട് തോന്നിയ ഇവള് പെട്ടെന്ന് ഫോൺ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് കിടക്കുവാണ്. ഇവള് കണ്ണടച്ച അടുത്ത സെക്കൻഡില് ജാങ് കണ്ണ് തുറക്കുന്നുണ്ട്. ഒരു സ്മൈലോട് കൂടി അവളെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അവൻ. അതേസമയം ഇവിടെ നമ്മുടെ ഗുരാൻ ആണെങ്കിൽ പതിയെ നീങ്ങി ജിയെ അവന്റെ തോളിലേക്ക് ചായച്ചു കിടത്തുന്നുണ്ട്. എന്നിട്ട് അവൻ അതോർത്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോ റോഹൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരെയും മൊച്ചയെടുത്ത് എഴുന്നേപ്പിച്ചു വിടും. എല്ലാവരുടെ ഉറക്കം അതോടെ പോയി കിട്ടി. ഇപ്പോ ഹീറോയിനോടിന്റെ ടൈം നോക്കിയാല് 11:55. ഗായ്സ്, ഇനി 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. 5 മിനിറ്റ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് വെച്ച് എടുക്കാം, നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം സംസാരിക്കെന്ന് പറഞ്ഞ് റോഹന്റെ അടുത്തേക്ക് വരുമ്പോ, ഇപ്പോ ഞാൻ റോഹനായിട്ടാണ് ഇരിക്കുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ എന്നെ, ഞാൻ സന്തോഷമായിരിക്കാൻ കാരണം എന്റെ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് എന്റെ ഫ്രണ്ട്സിന് ഞാൻ താങ്ക്സ് പറയുന്നു എന്ന് പറയും. അടുത്തത് ഗുരാന്റെ അടുത്തേക്ക് വരുമ്പോ, ഫ്ലൈറ്റിൽ കയറി USA പോയി ബാസ്കറ്റ്ബോൾ മാച്ച് കാണണമെന്ന് വിചാരിച്ചു, അതിനി നടക്കില്ലല്ലോ എന്ന് പറയുവാണ്. ജി ആണെങ്കില്, എന്തിനാ ഗൈസ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പേടിക്കുന്നേ, ഞാൻ ഒരുപാട് ഗുഡ് ലക്ക് ഉള്ള ഒരു കുട്ടിയാണ് അറിയാമോ, കൂളായിട്ട് ഒരു സോഡ കുടിച്ച് ജോളിയായിട്ട് ചീർ ചെയ്യുന്ന പറയുവാണ്. അടുത്തത് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോ അവൻ പറയും, എന്റെ ഒരു മിനിറ്റ് ഞാൻ നിനക്ക് തരാം, നീ സംസാരിക്കെന്ന് പറഞ്ഞ് ക്യാമറ വാങ്ങി സൂസോയെ റെക്കോർഡ് ചെയ്യുവാണ്. ഇന്നാണ് ഡൂംസ്ഡേ എങ്കിൽ ഇനിയൊരു ദിവസം ആ നാള് വരില്ലല്ലോ, അതുകൊണ്ട് ഇനിയൊരു ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഇഷ്ടമുള്ള പേഴ്സന്റെ കൂടെ ഞാൻ എന്റെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുമെന്ന് അവള് പറയുവാണ്. ഇപ്പോ ട്രെയിനിലുള്ള എല്ലാവരും ഇനി 13 സെക്കൻഡ്സ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞതും എല്ലാവരും കണ്ണു മൂടി കൗണ്ട് ഡൗൺ ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. 4, 3, 2, 1 എന്ന അടുത്ത നിമിഷം
പെട്ടെന്ന് ഹീറോ അവന്റെ ഹെഡ്സെറ്റ് എടുത്ത് ഹീറോയിന്റെ കാതിലേക്ക് വെക്കുവാണ്. അവള് കണ്ണു തുറന്ന് നോക്കുമ്പോ ഹീറോ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെ ഇതുങ്ങളെല്ലാവരും എടാ ഒന്നും പറ്റിയില്ലടെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ തുള്ളി ചാടുവാണ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര റൊമാൻസ് ഓടിക്കൊണ്ടിരിക്കുവാണ്. ഫ്രണ്ട്സ് നോക്കുന്നത് കണ്ട് പെട്ടെന്ന് അവള് ഹെഡ്സെറ്റ് ഊരി മാറ്റി ഒന്നറിയാത്ത പോലെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ജോളിയായി അവരുടെ ട്രെയിൻ ട്രിപ്പും ഇവിടെ തീരുവാണ്. നെക്സ്റ്റ് കട്ട് ചെയ്താല് ക്ലാസ്സിലാണ് കാണിക്കുന്നത്. ഇംഗ്ലീഷ് ടീച്ചർ പാഠമെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിപ്പോകും. ഇത് കണ്ട് എല്ലാവരും എന്താടാ ഹോംവർക്ക് തന്നില്ലല്ലോ, മിസ്സിന് എന്താ പറ്റിയെന്ന് ഇവന്മാര് വണ്ടർ അടിച്ചിരിക്കുമ്പോ പോയ ടീച്ചർ തിരികെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും യാത്ര ചെയ്ത് ടയേർഡ് ആയിരിക്കില്ലേ, അതുകൊണ്ട് ഇന്ന് ഹോംവർക്ക് ഇല്ല, പക്ഷേ നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടീച്ചർ അവിടെ നിന്ന് പോകും. ഇപ്പോ നമ്മുടെ റോഹന്റെ അടുത്തേക്ക് ഒരു പയ്യൻ ഓടി വരുന്നുണ്ട്. ക്ലീൻ ചെയ്യേണ്ട ഡ്യൂട്ടി ഇന്ന് ആ പയ്യനാണുള്ളത്. റോഹൻ, നീ എനിക്ക് വേണ്ടി ഇന്ന് ക്ലീൻ ചെയ്യാമോ? മണ്ടേ ഞാൻ നിന്റെ കൂടെ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതും ഇവൻ പെട്ടെന്ന് ഓക്കെ പറയും. അവൻ ഓക്കെ പറഞ്ഞതും ആ ചെക്കൻ അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. പക്ഷെ ഇത് നമ്മുടെ ഫ്രണ്ട്സിന് അത്രയ്ക്ക് ഇഷ്ടാകുന്നില്ല. എന്താ ഇവൻ ആരെന്ത് ചോദിച്ചാലും പെട്ടെന്ന് ഓക്കെ പറയുന്ന എന്ന പോലെ. ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഗുരാനാണെങ്കിൽ ഇത് വിടാന് പറ്റുന്നില്ല. എന്തിനാ അവനിങ്ങനെ എല്ലാവരോടും താഴ്ന്ന് സംസാരിക്കുന്നേ? ചില സമയത്തൊക്കെ അതൊക്കെ നല്ലതാണെങ്കിലും നിറയെ പേര് അത് വെച്ച് അവനെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ അവൻ ഇത്ര ബുദ്ധിയില്ലെന്ന് ചോദിച്ച് ഗുരാൻ ടെൻഷൻ ആകുമ്പോ ഇത് കേട്ട് ഹീറോയും അതെ, ഇതുവരെ അവൻ ആരോടും എതിർത്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞതും അങ്ങനെയാണോ? എന്നാ ഇത് വളരെ തെറ്റാണ്. നമ്മൾ അവന്റെ മുത്തശ്ശിയുടെ കടയിലല്ലേ നാളെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പൊ അവനോട് ഇതിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവര് തീരുമാനിക്കുവാണ്. നെക്സ്റ്റ് ഡേ അതേപോലെ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ വേറെ രണ്ട് ചെക്കന്മാരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. വേണമെന്ന് വെച്ച് തന്നെ ഒച്ചയെടുത്ത് വിളിച്ചിട്ട് ഈ ഫുഡ് എന്താ ഇത്ര മോശമായിരിക്കുന്നേ, എന്തിട്ടാ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നേ, ഇതെല്ലാം കഴിച്ചാലും പെട്ടെന്ന് തട്ടിപ്പോകുമല്ലോ എന്ന് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ സീൻ ഇറക്കാനായിട്ട് നോക്കുവാണ്. അപ്പൊ പെട്ടെന്ന് റോഹൻ ഓടി വന്ന് സാർ എന്താ നിങ്ങൾക്ക് പ്രശ്നം? ശരി, നിങ്ങൾ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോക്കൂ, കാശ് കൊടുക്കണ്ടെന്ന് പറഞ്ഞതും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിള്ളേര് ടെൻഷൻ ആകുന്നുണ്ട്. ഇവന്മാരെ ഇടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വന്നതും റോഹൻ അവരെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ വാ സാർ എന്ന് പറഞ്ഞ് ഇവന്മാരെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. കടയുടെ സൈഡിൽ നിന്ന് മാറിയതും അവന്റെ ഫേസ് റിയാക്ഷൻ ഒക്കെ ചേഞ്ച് ആകുന്നുണ്ട്. അവന്മാർക്ക് നല്ല പണി കൊടുക്കാനാ കൂട്ടിക്കൊണ്ടു പോകുന്നെന്നാ തോന്നുന്നത്. തനിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്റെ കാശ് താട എന്ന് ചോദിക്കുമ്പോ ഇവന്മാരിത് കേട്ട് ചിരിച്ചിട്ട് എന്ത് ക്യാഷോ, ഞങ്ങൾ എന്തിനാടാ നിനക്ക് ക്യാഷ് തരണ്ടേ, ഇനി നിനക്ക് നല്ല ഇടി കിട്ടിയാലേ മനസ്സിലാകൂ എന്ന് പറഞ്ഞതും റോഹൻ ടെൻഷനായി അവനെ നോക്കി പേടിപ്പിച്ച് അവന്റെ നേരെ ചെല്ലുമ്പോ മറ്റവനെ അടിക്കാൻ വേണ്ടിയിട്ട് മേലെ കൈ വെക്കുവാണ്. അടുത്ത സെക്കൻഡിൽ അവന്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു കളയുവൻ. ഇപ്പൊ ഇവന്മാർക്ക് മനസ്സിലാകുന്നുണ്ട് റോഹൻ സാധാരണക്കാരനല്ലെന്ന്. ഇവന്മാരെ നല്ല പോലെ പേടിക്കുന്നുണ്ട്. ഇതേ ടൈം നമ്മുടെ പിള്ളേർ ഇവിടെ. അവൻ പോയിട്ട് കുറെ നേരം ആയല്ലോ, അവൻ എന്തെങ്കിലും പറ്റിക്കാണോ? അവന്മാർ ഇനി റോഹനെ എന്തെങ്കിലും ചെയ്തു കാണോ എന്ന് പറഞ്ഞ് ഗൂരാൻ അവനെ തേടി ഓടി വരുവാണ്. ഇവിടെ ഇവന്മാരാണെങ്കിൽ പേടിച്ചിട്ട് സോറി സാർ സോറി, ഇനി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ക്യാഷ് നമ്മുടെ റോഹന്റെ കയ്യിലേക്ക് നീട്ടുവാണ്. ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗുരാൻ വന്ന് കാണുന്നുണ്ട്. അവൻ ഓടി വന്നിട്ട് എന്താണ് നിനക്കെല്ലാം വേണ്ടത്, എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് നീ എന്തിനാണ് ക്യാഷ് വാങ്ങുന്നേ, മര്യാദയ്ക്ക് അവനോട് സോറി പറയണമെന്ന് പറയുമ്പോ റോഹൻ ആണെങ്കിൽ പിന്നിൽ നിന്ന് കണ്ണടച്ച് കാണിക്കുവാണ്. ഉടൻ ഇവന്മാര് പേടിച്ച പോലെ ആക്ട് ചെയ്ത് സോറി ബോസ്, അറിയാതെ പറ്റിപ്പോയതാണ്, ഞങ്ങള് വേണമെങ്കിൽ ഇത് ക്യാഷ് തിരികെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. എന്തോ ഇവൻ വന്ന് ഇവരെ പേടിപ്പിച്ചിട്ട് ക്യാഷ് വാങ്ങിയ പോലെയാണ് നമ്മുടെ ഗുരാൻ ചെയ്തിട്ടോണ്ടിരിക്കുന്നത്. ഇത് പിന്നാലെ വന്ന് നമ്മുടെ ഫ്രണ്ട്സ് കണ്ടിട്ട് അമ്പോ സത്യായും ഗുരാൻ ഇത്രയ്ക്ക് അടിപൊളിയാണോ എന്ന് അവനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതും പോരാത്തതിന് ഗുരാൻ വന്നിട്ട് അവനെ തനിയെ നിന്ന് പൊക്കുന്നുണ്ട്. ഇത് അത്രയ്ക്ക് വലിയ സീനൊന്നല്ല, ചീള് കേസ് എന്ന പോലെ. റോഹനാണെങ്കിൽ ബാക്കിൽ നിന്ന് ചിരിച്ചിട്ട് നീ പറയടാ എന്ന് പറഞ്ഞിട്ട് അവനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോഹൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നതും മുത്തശ്ശി എവിടെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് അവനെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. മുത്തശ്ശി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവൾ ഒന്നും നടന്നില്ലെന്ന് അവൻ പറയുമ്പോ നീ തല്ല് പിടിക്കാതെയാണ് വന്നതെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. അതുമല്ല നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും നല്ല പിള്ളേരാ മോനെ, എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമായി, നീയും അവരെ പോലെ വേണം ബിഹേവ് ചെയ്യാനെന്ന് പറഞ്ഞതും ശരി മുത്തശ്ശി ശരി എന്ന് റോഹൻ പറയുവാണ്. അതെ മുന്നത്തെ പോലെ ഒരിക്കലും നീ മാറാൻ പാടില്ല കേട്ടോ, നല്ല കുട്ടിയായിരിക്കണം എന്ന് പറഞ്ഞതും മുത്തശ്ശി ടെൻഷൻ ആവേ വേണ്ട, ഞാൻ അതേപോലെ ഇനി ഒരിക്കലും മാറില്ലെന്ന് അവൻ മുത്തശ്ശിക്ക് വാക്ക് കൊടുക്കുവാണ്. ഇപ്പോ നെക്സ്റ്റ് ഡേ ക്ലാസ്സിലാണ് കാണിക്കുന്നത്. ഒരു പയ്യൻ ഗുരാനോട് ക്ലീൻ ചെയ്യ്, ഞാൻ മണ്ടേ നിനക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ആ പയ്യനാണെങ്കിലും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. ഇത് കണ്ടിട്ട് നീയല്ലേ എന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഇവന് വാക്ക് കൊടുത്തത്, എന്നിട്ടെന്താ നീ ഇപ്പൊ ഒന്നും വേണ്ടാതെ എണീറ്റ് പോകുന്നെന്ന് ചോദിക്കുമ്പോ ഇല്ലടാ ഇന്നെന്റെ വീട്ടില് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്, സോ ഞാൻ കുറച്ച് നേരത്തെ പോണെന്ന് അവൻ പറയുമ്പോ എന്താടാ നോക്കിയിരിക്കുന്നത്, സംസാരിക്കടാ എന്ന് പറഞ്ഞ് നോക്കി പേടിപ്പിക്കുകയാണ് റോഹൻ ഇവന്മാര്.
ഇത് കണ്ട് റോഹൻ പെട്ടെന്ന് നോക്കി പേടിപ്പിക്കുന്നത് പോലെ മുഖം വെച്ചിട്ട്, എന്താ നീ പറയുന്നത്? നീ അല്ലേ ഇന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞേ, എന്നിട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവാ? നീ ഹെൽപ്പ് ചെയ്തിട്ട് പോയാ മതി എന്ന് പറഞ്ഞതും ഇവൻ കേട്ട് പേടിച്ചിട്ട്, ശരി ശരി എന്നാ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വേഗം വീട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് അവൻ പോകുവാണ്. ഇത് കണ്ട് ഇങ്ങനെ വേണം സൂപ്പറഡ എന്ന് പറഞ്ഞ് നമ്മുടെ ഗുരാനൊക്കെ റോഹനെ നോക്കി പറയും. നമ്മുടെ റോഹന്റെ ഉള്ളിൽ വേറെ ഒരുത്തനും കൂടിയുണ്ട്, നമ്മുടെ അംബിറമ പോലെ. പക്ഷെ അവന്റെ പാസ്റ്റിനെ കുറിച്ച് ഇവരോട് ആരും ഇവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് നടന്നു വരുമ്പോ ഇന്നലെ പേടിപ്പിച്ചു വിട്ടവന്മാര് കൂടെ ചോദിക്കാൻ വേണ്ടി ആളെയും കൂട്ടി വരുവാണ്. ഇവൻ പക്ഷെ മൈൻഡ് ആക്കാതെ അവന്മാരെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് പോയതും ഇവന്മാരെ നല്ലപോലെ പേടിക്കുന്നുണ്ട്. പക്ഷെ കൂടെ വന്ന ആള്, എന്താടാ നീ അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുന്നേ? നിന്റെ മുത്തശ്ശിയുടെ കട അവിടെയല്ലേ ഉള്ളത്? പേരെന്താ പറഞ്ഞത്? ഗുവാൻ റെസ്റ്റോറന്റ് അല്ലേ? അവിടെ നിന്റെ മുത്തശ്ശി തനിച്ചായിരിക്കില്ലേ? പാവം, വളരെ വയസ്സായില്ലേ അവർക്ക്. ശരിയെന്നാ ഞങ്ങൾ അവരോട് കണ്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞതും ഇത് കേട്ട് ഇവന് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എന്താടാ നീ പറഞ്ഞെന്ന് പറഞ്ഞ് തിരിഞ്ഞോടി വന്ന് ഒരൊറ്റ ചവിട്ട് കൊടുക്കുവാണ്. അതേസമയം നമ്മുടെ മറ്റു പിള്ളേരെല്ലാവരും ക്ലാസ് കഴിഞ്ഞ് നടന്നു വരുവാണ്. സാരമില്ല, പറഞ്ഞു കൊടുത്തിട്ടാണേലും ആ ചെക്കനോട് അവൻ എതിർത്ത് സംസാരിച്ചല്ലോ. ക്ലീനിങ്ങിൽ മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തിലും അവനെ ആരും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ, അയ്യോ അമ്മ എന്നെ കൊല്ലില്ലേ എന്ന് പറഞ്ഞ് സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയതും നമ്മുടെ ചെക്കൻ ഒരൊറ്റ ആളായിട്ട് മാത്രം നിന്ന് അവന്മാരെ എല്ലാവരും പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് ഇവരെല്ലാവരും ഷോക്കായി. അവൻ മാറിന്നാരാ പറഞ്ഞത്? ഇവൻ മൊത്തമായി വേറൊരാളായി മാറിക്കഴിഞ്ഞെന്ന് പറഞ്ഞ് കിളി പോയി നോക്കി നിൽക്കുവാണ്. പിന്നീട് എന്റെ ഫ്രണ്ടിനെയാണ് അവിടെ അടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ 4 പേരും ബാഗും വലിച്ച് ഓടിപ്പോയി അവന്മാരെ ഇടിച്ച് സൈഡാക്കിക്കൊണ്ടിരിക്കുവാണ്. ആക്ച്വലി നമ്മുടെ റോഹനാണ് അവരെ ഇടിക്കുന്നതെങ്കിലും ഇവരും കൂടി ചെന്ന് ഇടിക്കാൻ തുടങ്ങിയതും അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോ കട്ട് ചെയ്താല് മുത്തശ്ശിയുടെ കടയിൽ ഇവരെല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ നിന്നെ പറ്റി എന്തൊക്കെയോ വിചാരിച്ചു, നിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുത്തനോ? ഞങ്ങൾക്കത് വിശ്വസിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞതും, അങ്ങനെയല്ല, നിങ്ങളെ ഇതെല്ലാം അറിയിക്കണ്ടെന്നാ ഞാൻ വിചാരിച്ചേ. ഞാൻ 8th ഗ്രേഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ പഠിക്കുന്നതെല്ലാം വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നീട് മസിൽസ് കയറ്റണം, എങ്ങനെയെങ്കിലും ഫിറ്റ് ആയിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ. പോരാത്തതിന്റെ ഉള്ളിൽ കുറച്ച് ഹീറോസും പൊന്തി വന്നു തുടങ്ങി. അതുകൊണ്ട് എന്തോ നിറയെ പ്രശ്നങ്ങൾ എന്നെ തേടി വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം 4-5 പിള്ളേര് ചേർന്ന് ഒരു ചെക്കനെ ഉപദ്രവിക്കുന്നത് കണ്ട് ഞാൻ ചുമ്മാതിരിക്കോ? ചെന്നിട്ട് എല്ലാവരെയും അടിച്ച് കൈയും കാലും ഓടിച്ചു വിട്ടു. ഇതേപോലെ അവൻ എപ്പോഴും തല്ല് പിടിക്കാൻ പോകുന്നത് കൊണ്ട് സ്കൂളിൽ ഇവന്റെ കൂടെ ആരും തന്നെ സംസാരിക്കാൻ വരില്ല. എപ്പോഴും ഇവൻ തനിയായിരിക്കും. അപ്പോഴെല്ലാം എന്തെങ്കിലും ചെയ്ത് ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നതാണ് ഇവന്റെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് കുറെ ആയപ്പോ എനിക്കും തോന്നി തുടങ്ങി, വെറുതെ എന്തിനാ സ്കൂളിൽ ആൾക്കാരെ വെറുപ്പിക്കുന്നേ? അതുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നതും കുറച്ചു. ആക്ച്വലി പറഞ്ഞു വന്നാല് ഓൾറെഡി ഞാനൊരു ബാഡ് ബോയ് ആയിരുന്നെന്ന് പറഞ്ഞതും, നീ എന്താ ഇങ്ങനെ പറയുന്നേ? നീ കൂളാണെന്ന് ജിയ പറയുമ്പോ സ്കൂളിൽ പോകാത്തതിന് മുത്തശ്ശി നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? എപ്പോഴാ ആ റോഹനിൽ നിന്ന് നീ ഈ റോഹനിലേക്ക് മാറിയതെന്ന് ഗുരാൻ ചോദിക്കുമ്പോ, അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇവൻ തല്ലിയ പിള്ളേരുടെ വീട്ടിലെല്ലാം ചെന്ന് മുത്തശ്ശിയാണ് മാപ്പ് പറയുന്നത്. പക്ഷെ അവരിവരെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. പിന്നീട് സ്കൂളിൽ വന്ന് ടീച്ചേഴ്സിനോടും കെഞ്ചുമായിരുന്നു. ഇവൻ ക്ലാസ്സിൽ പോകാതെ വല്ല ഗെയിമിംഗ് സെന്ററിലും വന്നിരിക്കുവാണെന്ന് അറിയാൻ മുത്തശ്ശി അവനെ തേടി വരും. ആക്ച്വലി അവൻ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാകുക. സോ ഇങ്ങനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ ടീച്ചർ വരെ ഒരു സ്റ്റേജ് എത്തിയതും ഇനി അവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. എപ്പോ നോക്കിയാലും എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര തവണയാണ് ഞങ്ങളും ചാൻസ് കൊടുത്തോണ്ടിരിക്കുന്നത്? ഇനി പറ്റില്ല, ഇവനെ പോലെ ഒരു ചെക്കൻ ഞങ്ങളുടെ സ്കൂളിലേ ഇല്ല. സോ ഞങ്ങൾക്ക് ഇനി ചാൻസ് തരാൻ പറ്റില്ല, കൂട്ടിക്കൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞതും, നിങ്ങൾ പറയുന്നത് പോലെ ശരിയായിരിക്കാം, പക്ഷെ ചെറിയ വയസ്സിലെ അവൻ നല്ല കുട്ടിയായിരുന്നു. ഇപ്പോഴാണ് അവൻ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അവൻ മാറും, ദയവ് ചെയ്ത് നിങ്ങൾ ചാൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ റോഹന് വേണ്ടി ടീച്ചറോട് മുത്തശ്ശി ഒരുപാട് കെഞ്ചുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഇവൻ മറഞ്ഞു നിന്ന് കാണുകയും ചെയ്യും. പക്ഷെ പാവം മുത്തശ്ശി ഇവനോട് അതൊന്നും കാണിക്കുന്നേ ഇല്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. അത് കണ്ടിട്ട് ഇവൻ ആകെ വിഷമാകുന്നുണ്ട്. അപ്പോഴാണ് ഇവന് മനസ്സിലായത് തന്നെ ഇനി മുത്തശ്ശിക്ക് കഷ്ടപ്പാട് കൊടുക്കാൻ പാടില്ല, ഞാൻ ഇനി ഇങ്ങനെ ആയാൽ പറ്റില്ലെന്ന്. മുത്തശ്ശി അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ, നീ വിചാരിക്കുന്നത് ചെയ്യാൻ നിനക്ക് ഇനിയും വർഷങ്ങൾ ബാക്കിയുണ്ട്. നിന്റെ ബലം യൂസ് ചെയ്ത് ഈ ലോകത്തെ രക്ഷിക്കാനൊന്നും പറ്റില്ല. അതിന് പേപ്പറിനും പേനയ്ക്കും പറ്റും. സോ നല്ല കുട്ടിയായിട്ട് നീ തല്ല് പിടിക്കുന്നതൊക്കെ നിർത്ത്, എന്നിട്ട് പഠിക്കുമോനെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അവനോട് പറയുവാണ്. ഇത് കേട്ടത് നമ്മുടെ ഗുരുവിന് ഒരുപാട് കഷ്ടമാകുന്നുണ്ട്. അവനും അതൊക്കെ മനസ്സിലായി ഓക്കെ പറയാണ്. സോ അതേപോലെ ആ സിറ്റുവേഷനിൽ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും? അതൊന്നും എനിക്ക് ഇപ്പോഴും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേയില്ല. അങ്ങനെയാണ് ഞാൻ ആ റോഹനിൽ നിന്ന് ഈ റോഹനായി മാറിയത്. ഞാൻ ശരിക്കും ഒരു സൈലന്റ് ആയ ബോയ് ആണെന്നല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചിരുന്നെന്ന് ചോദിക്കുമ്പോ, അതൊക്കെ ശരിയാണ്, പക്ഷെ ആ റോഹനേക്കാളും ഇപ്പോഴുള്ള നീയാണ് ഒരുപാട് കൂള്. നീ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയെന്ന് ഫ്രണ്ട്സും പറയുവാണ്. സോ അങ്ങനെ ടൈം ആയതും എല്ലാവരും മുത്തശ്ശിക്കും റോഹനും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകും.
എല്ലാവരും പോയി കഴിഞ്ഞതും മുത്തശ്ശിയും പേരക്കുട്ടിയും കോള് പിടിക്കും വേഗം വാ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് കൈകോർത്ത് പിടിച്ച് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് വരുവാണ്. നമ്മുടെ റോഹന്റെയും മുത്തശ്ശിയുടെയും ആ ബോണ്ട്, ആ റിലേഷൻഷിപ്പ് വളരെ ക്യൂട്ടാണ്. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ. ഇതോടെ ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. നെക്സ്റ്റ് പാർട്ടുകളൊക്കെ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വെൻ ഐ ഫ്ലൈ ടു വാച്ച് യുടെ മറ്റൊരു പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.